പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമല പെരുങ്കൊള്ളയിലെ മുഖ്യ കഥാപാത്രം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു താക്കോൽ ദാന പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം നേരെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഓഫീസിലേക്ക് എന്തിനു പോയി എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടുന്ന് അയാൾ DGP ഓഫീസിലേക്ക് പോയി ADGP ആയിട്ടുള്ള ശ്രീജിത്തിനെ എന്തിന് കണ്ടു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ സന്ദർശനങ്ങളെല്ലാം വളരെ ദുരൂഹമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ നിരീക്ഷണം. നമുക്കറിയാമല്ലോ, ഏതാണ്ട് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വിഷ്വൽ. എന്തായിരുന്നു ആ വിഷ്വൽ എന്ന് പറയുന്നത്? ആ വിഷ്വൽ എന്ന് പറയുന്നത് പോലീസിന് ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞ സ്വർണ്ണ കച്ചവടക്കാരൻ നൽകിയ ഒരു ഗൂർഖ ജീപ്പ്, ഒരു 15 ലക്ഷം രൂപയുടെ ജീപ്പ്. ആ ജീപ്പിന്റെ താക്കോൽ ദാന ചടങ്ങ് സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്ത ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം വന്നിരുന്നു. ആ വിവാദം വന്നെന്താണെന്ന് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എന്തോ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു ഫോട്ടോ വന്നു. ആ ഫോട്ടോ ഫേസ്ബുക്കിൽ രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസിന്റെ കോഴിക്കോട് നിന്നുള്ള നേതാവ് N. സുബ്രഹ്മണ്യനും അത് പങ്കുവച്ചു. അതിനെ തുടർന്ന് N. സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തു. N. സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തു. അതന്ന് വലിയൊരു വിവാദമായി. എന്നാൽ അതേ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖറിനെ എന്നെതിരെ ഒരു കേസും ഉണ്ടായിരുന്നില്ല. അതന്ന് വലിയൊരു വിവാദമായിരുന്നു. അപ്പോൾ ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ ചടങ്ങിൻ്റെ മൊത്തം വിഷ്വല് അവർ പുറത്തുവിടുകയുണ്ടായി. ആ ചടങ്ങിൻ്റെ വിഷ്വൽ അവർ പുറത്തുവിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചടങ്ങിൻ്റെ ഭാഗമായി പിണറായി വിജയൻ്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷ്വല് അന്ന് പുറത്തുവിട്ടത്. അപ്പോൾ ആ ചടങ്ങിൻ്റെ വിഷ്വൽസ് പുറത്തുവിട്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് പറയുന്നത്, ഭീമ ജ്വല്ലറി കൊടുത്ത ഒരു ജീപ്പ്, 15 ലക്ഷം രൂപയുടെ ജീപ്പ്, അതിൻ്റെ താക്കോൽ ദാനം ആയിരുന്നു ആ ചടങ്ങ്. ആ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ആ ജീപ്പിൻ്റെ താക്കോൽ കൈമാറിയത് ഭീമ ജ്വല്ലറിയുടെ ഉടമയോ ഒന്നും ആയിരുന്നില്ല. ഭീമ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ വശത്ത് നിൽപ്പുണ്ടായിരുന്നെങ്കിലും അയാളായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് ആ താക്കോൽ കൈമാറി. അതിനു പകരം ശബരിമല പെരുങ്കൊള്ള കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ആ താക്കോൽ കൈമാറിയത്. നമുക്ക് ആ വിഷ്വലിൽ നിന്ന് ക്ലിയർ ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്ന വിഷ്വലൊന്നും അതിനകത്തില്ലായിരുന്നുവെങ്കിലും അവരൊരുമിച്ച് നിന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശി പങ്കെടുത്തിട്ടുണ്ട്. DGP റവാഡ ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയുടെ സംഘാടകൻ എന്നുള്ള നിലയിൽ അവിടെ ADGP S. ശ്രീജിത്ത് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളന്ന് അവിടെ കണ്ടതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രി താക്കോൽ സ്വീകരിച്ചു. അതിനുശേഷം അവരെല്ലാം പിരിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആ യോഗത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്,
മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്നത് ഏതാണ്ട് കാലുവരെ നീളമുള്ള ഒരു മഞ്ഞ കുർത്തയായിരുന്നു. ഒരു മഞ്ഞ കുർത്തയിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം നേരെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലെ സ്വകാര്യ മുറിയിലേക്ക് പോവുകയും കടകംപള്ളി സുരേന്ദ്രനുമായി അവിടെ ഇരുന്ന് 1 to 1 ആയിട്ട് ചർച്ച നടത്തുകയും ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്ത ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇട്ടിരുന്ന അതേ മഞ്ഞ കുർത്തയാണ് കടകംപള്ളി സുരേന്ദ്രനുമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്വകാര്യ മുറിയിൽ ഇരുന്ന് അദ്ദേഹമായിട്ട് സ്വകാര്യ ചർച്ച നടത്തുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇട്ടിരുന്നത് അതേ ജുബ്ബ, അതേ മഞ്ഞ ജുബ്ബ. അപ്പം അതിൽ നിന്ന് തെളിയുന്ന കാര്യം എന്താ? മുഖ്യമന്ത്രിയുമായി താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം നേരെ പോയത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലെ സ്വകാര്യ മുറിയിലേക്ക്. ഇനി അടുത്ത പോയിന്റ് എന്താ? അടുത്ത എൻ്റെ ആരോപണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ പോയത് DGP ഓഫീസിൽ ADGP S ശ്രീജിത്തിൻ്റെ മുറിയിലേക്കാണ് അദ്ദേഹത്തെ പൊന്നാട എണീക്കാൻ. ആ വിവാദമായിട്ടുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ ഓർമ്മയുണ്ട്. ആ പോയ പോക്ക് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ നിന്നാണ് എന്ന് ഞാൻ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇട്ടിരുന്ന അതേ മഞ്ഞ ജുബ്ബ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ കാണാൻ വന്നപ്പോഴും അയാൾ ഇട്ടിരുന്നത്. അതേ മഞ്ഞ ജുബ്ബ തന്നെയാണ് ADGP S ശ്രീജിത്തിനെ കാണാൻ പോയപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ധരിച്ചിരുന്നത്. അപ്പം ഇതിൽ നിന്ന് വരുന്ന മറുപടി എന്താ? ഇതിൽ നിന്ന് വരുന്ന മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പിണറായി വിജയനുമായി ചേർന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തു. പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അതിനിപ്പം പങ്കെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ പങ്കെടുത്തതിന് മുമ്പ് വേണമെങ്കിലും ആവാം. എന്തായാലും മുമ്പായാലും കഴിഞ്ഞായാലും അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലേക്ക് പോയി. ഒന്നുകിൽ ചടങ്ങിന് മുമ്പ് അല്ലെങ്കിൽ ചടങ്ങിന് ശേഷം. അതിനുശേഷം അയാൾ നേരെ ADGP S ശ്രീജിത്തിൻ്റെ ഓഫീസിലേക്കും പോയി. ഇതിന് 3 തെളിവുണ്ട്. ഒരേ വേഷമാണ് ആ 3 സ്ഥലത്ത് പോകുമ്പോഴും ധരിച്ചിരുന്നത്. ഒരേ മഞ്ഞ കുർത്തയാണ് അയാൾ ഈ 3 സ്ഥലത്ത് പോയപ്പോഴും ധരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 3 സ്ഥലത്തും തുടർച്ചയായി പോയത്? ഞാൻ നിരീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പരിപാടിക്ക് ശേഷമായിരിക്കണമെന്നാണ്. മുമ്പ് ആകാമെങ്കിൽ പോലും ശേഷമായിരിക്കുമെന്നാണ് എൻ്റെ നിരീക്ഷണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അവിടുന്ന് നേരെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ സ്വകാര്യ മുറിയിൽ പോയിരുന്ന് ദേവസ്വം മന്ത്രിയുമായിട്ട് സ്വകാര്യ ചർച്ച നടത്തുന്നു. അതിനുശേഷം DGP ഓഫീസിൽ പോയി ADGP ശ്രീജിത്തിനെ കാണുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, ഇത് യാതൊരു സംശയവുമില്ല, ഇത് വളരെ ദുരൂഹമാണ്. ഇത് വളരെ ദുരൂഹമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായും ADGP S ശ്രീജിത്തുമായുമുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള സൂചനകളാണ് ഞാൻ പറഞ്ഞത്. ഈ 3 സ്ഥലത്ത് പോകുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ധരിച്ചിരുന്നത് ഒരേ വേഷമാണ് എന്നുള്ളതാണ് ഈ 3 സ്ഥലത്തും തുടർച്ചയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് എന്ന് നിരീക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. വേണമെങ്കിൽ ഇത് ഒരേ ജുബ്ബ ഉപയോഗിച്ചുകൊണ്ട് പല ദിവസം വന്നതാണെന്നുള്ള വാദമൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷെ ഞാൻ നിരീക്ഷിക്കുന്നത് ഈ 3 സ്ഥലത്തും തുടർച്ചയായിട്ടാണ് പോയത്. ഈ തുടർച്ചയായിട്ട് ഈ 3 സ്ഥലത്ത് പോയതിൻ്റെയും പിന്നിൽ ദുരൂഹതകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അത് പുറത്തു വരണം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ പോയി. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ്റെ അവിടെ പോയി രഹസ്യ ചർച്ച നടത്തി. അതിനുശേഷം DGP ഓഫീസിൽ പോയി ADGP ശ്രീജിത്തിനെ കണ്ടു. ഇത് ദുരൂഹമാണ്. ഇതിനകത്ത് ഒട്ടേറെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അന്തർലീനമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.